ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിനോടകം നിങ്ങൾ ഓണം പ്രെപ്പ് വീഡിയോ ഒക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഓണപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആരാധനയ്ക്ക് ശേഷം എല്ലാവരും പള്ളിയുടെ ഹാളിൽ ഒത്തുകൂടി എല്ലാവരുടെ മത്സര മനോഭാവമൊക്കെ പുറത്തെടുക്കുന്ന രീതിയിലുള്ള ഗെയിമുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓണാഘോഷം ആരംഭിച്ചു. കുട്ടികളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ വടംവലിയും, അതുപോലെ തന്നെ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, അതുപോലെ യൂത്തുകാരുടെ ഡാൻസും സ്കിറ്റും ഒക്കെയും, സേവികാ സംഘത്തിൻ്റെ സേവനിമാരുടെ സ്കിറ്റും ഒക്കെ വളരെ രസകരമായിരുന്നു. അന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓണസദ്യ തന്നെയായിരുന്നു. അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് തൊട്ട് പായസം വരെ ഏകദേശം ഒരു 10-20 ഓണ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എല്ലാം പാചകം ചെയ്തതിന് ശേഷം മറ്റ് പാത്രങ്ങളിലേക്ക് പകരും. ഇത് കാരണം ഇത് വിളമ്പുന്നത് നമുക്ക് പലവരാണല്ലോ, ഒരേ സാധനം തന്നെ ചിലപ്പോൾ 2-3 പേര് വിളമ്പും. അപ്പം അതിനായിട്ട് നമുക്ക് പല പാത്രങ്ങളിലേക്ക് ഇത് പകരേണ്ടതായിട്ടുണ്ട്. വിളമ്പാനായിട്ട് വിളമ്പുകാരന്മാരും വിളമ്പുകാരികളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പാചകം എന്നതൊരു കലയാണെന്നുണ്ടെങ്കിൽ ഈ വിളമ്പുക എന്നതുള്ളതും ഒരു കല തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓണസദ്യ വിളമ്പുന്ന സമയത്ത് നമ്മൾ ഇടത്തോട്ട് ഇലയുടെ തുമ്പിട്ടതിന് ശേഷം ഉപ്പ് തൊട്ട് തുടങ്ങുന്ന ആ ഒരു വിളമ്പ് ഒരു രസമാണ് കണ്ടുകൊണ്ടിരിക്കാനും. അതുപോലെ അതിനകത്തുള്ള ഓരോ വിഭവങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു കിട്ടുന്ന ഫീലും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ എല്ലാവരും ഒത്തുചേർന്ന് ഇരിക്കുമ്പോൾ ഒരു വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അപ്പം ഇത് നമ്മുടെ ഒരു പാരമ്പര്യം മാത്രമല്ല, നമ്മൾ പങ്കിടുന്ന ഒരു ബന്ധങ്ങളുടെ ആഘോഷം കൂടിയാണ്. അപ്പോൾ ഓണം എന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് വെറും ഒരു ഉത്സവം മാത്രമല്ല, അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പങ്കിടുന്ന ആ ശക്തിയുടെയും ആ ഒരു യോജിപ്പുണ്ട്. ആ യോജിപ്പ് എല്ലാം കൂടി ഒത്തുചേരുന്നതിൻ്റെ വളരെ ഒരു സന്തോഷത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആഘോഷമാണ് ഈ ഓണം എന്നുള്ളത്.